വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഊർജ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളെല്ലാ സർക്കാർ ഓഫീസുകളിലും ഓഡിറ്റ് ടീം അംഗങ്ങൾ പോയി വിലയിരുത്തൽ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ വീടുകളിലേക്ക് സർവേ ചെയ്തുകൊണ്ട് വീടുകളെല്ലാം തന്നെ നമ്മളെ ഈ പ്രോജക്റ്റുമായിട്ട് സഹകരിപ്പിക്കുന്ന വിധത്തിലേക്ക് എല്ലാ വീടുകളിലേക്ക് ഇന്ന് എല്ലാ വീടുകളും ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഫിലമെൻ്റ് രഹിത നഗരസഭ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ആ സങ്കല്പത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്ന രീതിയിലേക്ക് ഒരു വിഭാഗം ആളുകളെ ഏറ്റവും നന്നായിട്ട് സഹകരിച്ച് മുന്നോട്ടേക്ക് കൊണ്ട് ഇന്ന് ഏറെക്കുറെ എല്ലാ വീടുകളിലേക്ക് തന്നെ LED എന്നുള്ള ആ രീതിയിലേക്ക് മാറിയ ഒരു ഘട്ടത്തിലേക്ക് നമുക്ക് ഊർജ്ജ ഓഡിറ്റിങ് ഒരുപടി മുമ്പേ എന്നുള്ള രീതിയിലേക്ക് ഊർജ്ജ ഓഡിറ്റിങ് 47 വാർഡുകളിലേക്ക് നടത്തിക്കഴിഞ്ഞാൽ എല്ലാ വീടുകളെയും ആ ഊർജ്ജ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഫിലമെൻ്റ് രഹിത വീടുകളായിട്ട് പ്രഖ്യാപിക്കാനുള്ള പ്രവർത്തനവും നമ്മുടെ ഭാഗത്തുനിന്ന് നടത്തി വരുന്നുണ്ട്. ഒപ്പം തന്നെ ഞങ്ങളുടെ ഗ്രീൻ ടെക്നോളജി സെൻറ്ററിൽ വെച്ച് മണൽ മോനേട്ടൻ്റെ നേതൃത്വത്തിൽ ആ ഒരു പ്രവർത്തനം ഗ്രീൻ ടെക്നോളജി സെൻറ്ററിൽ വെച്ചിട്ട് ഫിലമെൻ്റ് രഹിത വാർഡ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ ഫിലമെൻ്റ് രഹിത നഗരസഭ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളെ മുമ്പിലേക്ക് ബൾബ് റിപ്പയറിങ്ങും അതുപോലെ തന്നെ പുതിയ ബൾബ് നിർമ്മാണവും ഒക്കെ തന്നെ ഗ്രീൻ ടെക്നോളജിയിൽ വെച്ചിട്ടും അവരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം നൽകിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിലേക്ക് ആ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ ക്രോഡീകരിച്ചുകൊണ്ട് കാർഷിക മേഖല എടുത്തു പറയുമ്പോൾ കാർഷിക മേഖലയിലും വടകര നഗരസഭ ഒരുപടി മുന്നിൽ എന്നുള്ള രീതിയിലേക്ക് ഒട്ടേറെ മാതൃകാ പ്രോജക്റ്റുകൾക്ക് രൂപം കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് ജൈവ പച്ചക്കറി കൃഷിയായാലും കരനെൽ കൃഷിയായാലും ഇപ്പം നമ്മുടെ ഹരിത കേരള മിഷൻ്റെ നേതൃത്വത്തിൽ മില്ലറ്റ് മിഷനുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു പരീക്ഷണാടിസ്ഥാനത്ത് നമ്മൾ മില്ലറ്റ് കൃഷിക്ക് കൂടെ തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 4-ാം വാർഡിൽ ഏറ്റവും നന്നായിട്ട് തന്നെ 4-ാം വാർഡിൽ നമ്മുടെ കോഴിക്കോട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വിത്ത് വിതയ്ക്കുകയും പിന്നീട് നമുക്ക് അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ അല്ലാത്തത് കൊണ്ട് ചെറിയ പ്രയാസം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായ ഈ ഒരു സാഹചര്യത്തിൽ കിട്ടിയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും വിത്തിറക്കാനുള്ള മണ്ണൊരുക്കൽ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. വിത്ത് കഴിഞ്ഞ ദിവസം എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മുടെ പരീക്ഷണാടിസ്ഥാനത്തിലാണ് മില്ലറ്റ് കൃഷിക്ക് രൂപം കൊടുത്തത്. വരുന്ന 2024-25 സാമ്പത്തിക വർഷത്തെ പ്രോജക്റ്റിൽ മില്ലറ്റ് കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെ നമ്മൾ പ്രോജക്റ്റ് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം തന്നെ ക്രോഡീകരിച്ചെടുത്തുകൊണ്ട് നമുക്ക് വടകര നഗരസഭയ്ക്ക് 2050 തന്നെ നമ്മൾ കേരളം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറണമെങ്കിൽ നമ്മുടെ മുമ്പിലേക്കുള്ളൊരു ചോദ്യമാണ് എല്ലാ രീതിയിലേക്കും നമുക്ക് മാറാൻ വേണ്ടി സാധിക്കുമല്ലോ. പക്ഷെ മാറണമെന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടെ തന്നെ നമ്മുടെ മുമ്പിലേക്കുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നമ്മൾ ആദ്യം തന്നെ നടത്തിയാൽ മാത്രമേ നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് 50 ആകുമ്പോഴേക്കും കേരളത്തിന് മാറാൻ വേണ്ടി സാധിക്കുള്ളൂ. നമ്മളെപ്പോലെ എല്ലാ നഗരസഭകളും എല്ലാ പഞ്ചായത്തുകളും ഈ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ കേരളം 2050 ആകുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ആ പ്രഖ്യാപനത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നു. നമ്മുടെ മുമ്പിലേക്ക് ഇപ്പം വലിയൊരു വെല്ലുവിളി എന്നുള്ള രീതിയിലേക്ക് റോഡിലിറങ്ങുമ്പോൾ വാഹന ഗതാഗതം ആ കുരുക്കാണ്. ആ കുരുക്ക് എന്ന് പറയുന്നത് ഈ കോവിഡോടുകൂടെ തന്നെ ബസ് യാത്ര പൂർണ്ണമായിട്ടും ആളുകൾ ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് ഒരു വീട്ടിൽ നിന്നും ഒരു 5 പേര് ഇറങ്ങുന്നുണ്ടെങ്കിൽ 3 പേര് വാഹനം എന്നുള്ള രീതിയിലേക്കാണ് ഇന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഈ വാഹനങ്ങളിൽ നിന്നൊക്കെ തന്നെ പുറന്തള്ളുന്ന മാലിന്യങ്ങൾ നമ്മുടെ ആഗോള താപനത്തിന് വലിയ രീതിയിലേക്കുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് വാഹനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അപ്പോൾ വാഹനങ്ങളൊക്കെ തന്നെ സർക്കാർ ഇന്ന് എല്ലാം തന്നെ ഇലക്ട്രിക് CNG എന്നുള്ള രീതിയിലേക്ക് മാറാനുള്ള പ്രവർത്തനവും നടത്തുന്നുണ്ട്. നമ്മളും നമ്മുടെ പ്രോജക്റ്റിൽ സബ്സിഡി നിരക്കിൽ ഇത്തരത്തിലേക്കുള്ള വാഹനങ്ങൾ ഇപ്പം 11 നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന പദ്ധതിയിലും അതിനുള്ള പദ്ധതി നമ്മൾ രൂപീകരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവർമാർ ഏറെക്കുറെ അതിലേക്ക് മാറുമ്പോൾ നമുക്ക് ഒരു പരിധിവരെ വാഹനങ്ങളിൽ നിന്നുള്ള പുറന്തള്ളുന്ന മാലിന്യങ്ങളുടെ അളവും കുറക്കാൻ വേണ്ടി സാധിക്കും. ആ രീതിയിലേക്ക് എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് ഈ രീതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ചെടുക്കാമെന്ന് മാത്രം